എങ്ങനെയാണ് ഈ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാവരുടെയും ഒരു ധാരണ പ്രമേഹം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല എന്നുള്ളതാണ് കുഴപ്പമെന്നാണ്. ഇതാണ് എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ധാരണ. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഈ ജീവിതശൈലി കാരണം കൊണ്ടുവരുന്ന ഈ ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് ശരിക്കും ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ട്, അത്യാവശ്യത്തിലും അധികമുണ്ട്. പക്ഷേ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു ഷോർട്ടായിട്ട്. ഇൻസുലിൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ, അതിൽ പലതരത്തിലുള്ള പോഷകങ്ങളുണ്ട്. കൊഴുപ്പുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അന്നജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധുരത്തിൻ്റെ പലതരത്തിലുള്ള ഫോംസുകൾ, ഷുഗർ, ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജം, സ്റ്റാർച്ച്, ലാക്ടോസ്, ഇതൊക്കെ മധുരങ്ങളാണ്. ബേസിക്കായിട്ട് മധുരങ്ങൾ എന്ന് പറയാം. മധുരം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമാണ് ഇൻസുലിൻ. പ്രതിരോധമല്ല, അതിനെ എടുത്ത് അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്ക് ഊർജ്ജമായിട്ട് മാറ്റണം, അതല്ലെങ്കിൽ നാളത്തേക്ക് ശേഖരിച്ച് വെക്കണം. നാളെ നിങ്ങൾ കഴിച്ചില്ല, പട്ടിണിക്ക് എടുക്കുകയാണെങ്കിൽ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള ഫ്യൂൽ സോഴ്സായിട്ട് ശേഖരിച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഇതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്.